നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ അമിതമായി ചിന്തിക്കുന്ന ആളാണോ? എന്താണ് ഓവർ തിങ്കിങ്? ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ കുറേ നേരമായിട്ടും കുറേ കാലമായിട്ടും ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതാണ്. ഏതെല്ലാം ടൈപ്പുകളുള്ള ആൾക്കാരിലാണ് ഓവർ തിങ്കിങ് കണ്ടുവരുന്നത്? ഒന്നാമത് ഷൈ ടൈപ്പ്. അവരുടെ നാണമുള്ളവരായിരിക്കും. മറ്റുള്ളവരെ പറ്റി എന്ത് ചിന്തിക്കുമെന്ന് ഓർത്ത് അവർ ആകുലപ്പെടുന്നു. രണ്ടാമതായി ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ. അതായത് അവർക്ക് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവർക്ക് ഫീലാകും. അങ്ങനെയുള്ള ആൾക്കാർ അവരെന്താണ് അങ്ങനെ പറഞ്ഞത് എന്നോർത്ത് വ്യാകുലപ്പെടുന്നു. പിന്നെ മൂന്നാമത് ഇൻസെക്യൂർ ടൈപ്പ്. അവർക്ക് അവരുടെ പേഴ്സണാലിറ്റിയിലോ അവർക്ക് അവിടെ യാതൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ അവരെ പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തും അവർ വ്യാകുലപ്പെടുന്നു, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്നു. ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിതമായി ചിന്തിക്കുന്നതിന് കാരണങ്ങൾ: ഒന്നാമത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഉള്ള ആൾക്കാരിലാണ് ഇത് കാണപ്പെടുന്നത്. ലോ സെൽഫ് എസ്റ്റീം. അവർക്ക് പ്രത്യേകിച്ചുള്ള കോൺഫിഡൻസ് അവരെ തന്നെ ഇല്ലാത്തവരിലും കാണപ്പെടുന്നു. എന്തെങ്കിലുമായ പാസ്റ്റിൽ അവർക്ക് ഓവർ തിങ്കിങ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായ അവരിലും ഈ ഓവർ തിങ്കിങ് കാണുന്നു. പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്നു. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യണം, എല്ലാ കാര്യത്തിലും പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിലും ഓവർ തിങ്കിങ് കാണപ്പെടുന്നു. ലൈഫിനെ പറ്റി യാതൊരു ഹോപ്പും ഇല്ലാത്തവർക്ക് ഓവർ തിങ്കിങ് ഉണ്ട്. റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉള്ളവർക്കും ഓവർ തിങ്കിങ് ഉണ്ട്. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസിലോ ഡെത്ത് ഓഫ് ലവ്ഡ് വണിലോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളിലും ഓവർ തിങ്കിങ് ഉണ്ടാകുന്നു. ഓവർ തിങ്കിങ് നമുക്ക് എങ്ങനെ മാറ്റാം? ആദ്യമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളൊരു കാര്യത്തെ പറ്റി കുറേ കാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ എന്തെങ്കിലും ഹോബീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത് ട്രൈ ചെയ്യുക. പിന്നെ സ്വന്തമായ ഒരു ഓവർ തിങ്കിങ് ജേർണൽ ഉണ്ടാക്കുക. എന്ത് വിഷയത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്, അതിൻ്റെ പോസിറ്റീവ്സ് എന്ത്, അതിൻ്റെ നെഗറ്റീവ്സ് എന്ത്, അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതോടെ ഓവർ തിങ്കിങ് ഒരു പരിധി വരെ മാറ്റി നിർത്താം. കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കാതെ പ്രസൻറ്റിലുള്ള സിറ്റുവേഷനെ പറ്റി ചിന്തിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നതോടെയും അമിതമായ ചിന്തകൾ ഒഴിവാക്കാം. നിങ്ങൾ തന്നെ ചിന്തിക്കണം, എനിക്ക് ഈ ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടണം. എന്നിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം, എന്തെല്ലാം ആക്ഷൻസ് ആണ് ചെയ്യേണ്ടത്. ഒരു ദിവസത്തെ സ്കെഡ്യൂൾ നിങ്ങൾ തയ്യാറാക്കണം. രാവിലെ എഴുന്നേറ്റ് മുതൽ ഫ്രഷ് ആകുന്നു, ബ്രേക്ക്ഫാസ്റ്റ്, എക്സസൈസ് മുതൽ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നു. അതുവഴി നിങ്ങൾ ബിസി ആകുമ്പോൾ മാക്സിമം ഓവർ തിങ്കിങ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു ഡേ ഫുൾ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്ങിന് ഒരു പരിധി മാറ്റി വെക്കുകയും ചെയ്യാം. നിങ്ങൾ ടൈം വൈസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം.